ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം തവണയും കൊട്ടിയൂരപ്പനെ കാണാനെത്തിയതാണ്. കണ്ണൂരിലെ ബാവലിപ്പുഴയുടെ തീരത്തുള്ള കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് അക്കരെ കൊട്ടിയൂരിൽ രണ്ടാമത്തെ തവണയും വരാൻ കഴിഞ്ഞു. ദക്ഷയാഗം നടന്ന സ്ഥലം, സതീദേവി ജീവാഹൂതി ചെയ്ത സ്ഥലം എന്നൊക്കെ വിശ്വസിക്കുന്ന കൊട്ടിയൂരിലേക്ക് ജനപ്രവാഹമാണ് ഈ വൈശാഖ മാസത്തിൽ. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലത്ത് എത്തുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഞങ്ങൾ പോയ ദിവസം അഭൂതപൂർവമായ തിരക്കായിരുന്നു. ആദ്യത്തെ തവണ പോയ റൂട്ടിലല്ല ഞങ്ങൾ ഇപ്പോൾ പോയത്. ഇക്കരെ സ്ഥിരമായിട്ട് പൂജയുള്ള കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മുൻവശത്തെത്തി പാലം കടന്ന് പോവുകയായിരുന്നു. 2 വർഷം മുൻപ് വരുമ്പോൾ ഇത്രയും പാലങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഇത് ബെയിലി പാലമാണ്. ബാവലിപ്പുഴയിൽ തീരെ വെള്ളമായിട്ടില്ല ഇപ്പം ഞങ്ങൾ വന്ന സമയം. ഞങ്ങൾ തലേദിവസം രാത്രിയിൽ ട്രാവലറിൽ പോവുകയായിരുന്നു. വെളുപ്പിന് 5 മണിയോടെയാണ് അവിടെ എത്തിയത്. ഫ്രഷപ്പൊക്കെ ആയി നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. പുഴയിൽ അങ്ങിങ്ങ് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും കുളിക്കാനൊന്നും നിന്നില്ല. തലേ ദിവസം ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെളിയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു. കുറേ ആളുകളൊക്കെ കുളിച്ചിട്ടൊക്കെ പോകുന്നത് കണ്ടു. ഞങ്ങളെന്തായാലും ഇത്രയും കുറവ് വെള്ളമായതുകൊണ്ട് കുളിക്കാനൊന്നും നിന്നില്ല. ഇവിടുത്തെ ആചാരമനുസരിച്ച് കൊട്ടിയൂർ അമ്പലത്തിൽ ഇവിടെ ദർശനം നടത്തുന്നത് ബാവലിപ്പുഴയിൽ കുളിച്ചിട്ട് വേണമെന്നാണ്. ഞങ്ങൾ കുളിച്ചിട്ട് വന്നതുകൊണ്ട് കൈകാൽ മുഖമൊക്കെ കഴുകി അവിടുത്തെ ആചാരവും വിശ്വാസവും അനുസരിച്ച് കല്ലൊക്കെ ഉരച്ച് കുറിയൊക്കെ തൊട്ടു. നല്ല ചന്ദനത്തിൻ്റെ നിറത്തിലാണ് കല്ലുരച്ച് കിട്ടിയത്. കല്ലുരയ്ക്കുന്നതിൻ്റെ നിറമൊക്കെ നോക്കി ആളുകൾ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. എന്ത് നിറമായാലും കൊള്ളാം, കാലം അനുഭവം ഒക്കെ നന്നായിരുന്നാൽ മതിയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നല്ല നടപ്പുണ്ടായിരുന്നു. എല്ലാവരും നല്ല സ്പീഡിൽ തന്നെ നടന്നു പോവാണ്. നേരത്തെ ഇതിന് മുൻപ് വന്നിട്ടുള്ള സമയത്ത് ഇതുപോലെയുള്ള നമുക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കൊട്ടിയൂർ അക്കരെ ക്ഷേത്രം ഈ ഭാഗമൊക്കെ നല്ല വനമാണ്. ഇവിടെയൊക്കെ കുറേ കൺസ്ട്രക്ഷൻസൊക്കെ നടന്നതുകൊണ്ട് എല്ലായിടവും നല്ലതായിട്ട് തെളിഞ്ഞു കിടക്കുകയാണ്. നല്ല തിരക്കുള്ളപ്പോഴൊക്കെ ഇവിടെ ഈ സ്ഥലം വരെയും നല്ല ക്യൂ ഒക്കെ ഉണ്ടാവും. നനയാതെയും വെയിൽ കൊള്ളാതെയും ഒക്കെ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ചടങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ ഓലപ്പുരകളൊക്കെ അങ്ങേ സൈഡിലുണ്ട്. അതൊക്കെ നമുക്ക് വേറെ വഴിയിൽ കൂടി വന്നാൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഇനി നമ്മൾ ക്യൂവിലേക്ക് കയറുകയാണ്. ഇനിയും വേറെ പാലത്തിലോട്ട് കയറുകയാണ്. ബാവലിപ്പുഴയുടെ ഒരു വശത്തൂടെ നോക്കിയാൽ നമുക്ക് കാണാം വലിയ മലനിരകളൊക്കെ. രാവിലെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ രാവിലെ 7 മണിയോടെയാണ് ക്യൂവിൽ കയറിയത്. വെളുപ്പിന് 1:30 മണി മുതലും 2 മണി മുതലൊക്കെ ക്യൂവിൽ കയറിയ ആളുകളുണ്ട്. അവരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഏറെ വെള്ളമുള്ള സ്ഥലത്ത് വന്നിറങ്ങി തിന്നാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ സൗകര്യമൊന്നുമില്ല, ഈ പാലവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് കറക്കമുള്ളതുകൊണ്ട് പേടിയാണ്. കറക്കമുള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ്. വളരെ വലിയ ക്യൂ തന്നെയായിരുന്നു. കർണാടകയിൽ നിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ ഞങ്ങളുടെ ഒപ്പം ക്യൂവിലുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. 7 മണിക്ക് ക്യൂവിൽ കയറി ഞങ്ങൾക്ക് 11:30 തൊഴുതു മാറാനായിട്ട് കഴിഞ്ഞത്. നന്നായിട്ട് തൊഴാൻ തന്നെ കഴിയാത്ത അത്ര തിരക്കായിരുന്നു. യാതൊരു നിയന്ത്രണവും നടക്കുന്നില്ല. അത്രയ്ക്ക് ആളുകളാണ്. ഇനിയുള്ള കാലത്തെങ്കിലും ഇതിലൊരു മാറ്റം വന്നാൽ മതിയായിരുന്നു. ചെറിയ ക്രമീകരണങ്ങളൊക്കെ നടത്തി തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ ദർശനം വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും കുറേ ഇടിയൊക്കെ കിട്ടിയെങ്കിലും മഹാദേവനെ വണങ്ങി
മണിത്തറയിലും അമ്മാറക്കല്ലിലും ഒക്കെ തൊഴുതു. തിരുവഞ്ചിറയിൽ വെള്ളത്തിലൂടെ തന്നെ വലത്ത് വെച്ച് തൊഴുതു. ദേവിയുടെ സാന്നിധ്യമുള്ള തിരുവഞ്ചിറയിൽ വലത്ത് വയ്ക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വീണ്ടും അക്കരെ കൊട്ടിയൂരിൽ വന്ന് ഞങ്ങൾ തൊഴുതിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നിന്നുകൊണ്ട് എല്ലാവരും വളരെ ക്ഷീണിച്ചിരുന്നു. കുറച്ച് പേരൊക്കെ മുന്നോട്ട് നടന്നുപോയി. ഞങ്ങൾ വീണ്ടും ബാവലിപ്പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി വീണ്ടും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഓടപ്പൂവും ഒക്കെ വാങ്ങി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മുത്തപ്പൻ്റെ അടുത്തേക്കായിരുന്നു യാത്ര. ഇതിനു മുൻപ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടാത്തത്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.